ഹലോ. അപ്പം നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് എത്തിയല്ലേ? എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? അപ്പം ഞാനിന്നൊരു കുഞ്ഞ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓണക്കോടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു പഴയ സാരി വെച്ചിട്ട് പുതിയൊരു ഓണക്കോടി എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടാലോ? വാ. ദേ ഈ രണ്ട് സാരിയാണ് ഞാനിന്ന് സ്റ്റിച്ചിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ സാരിയാണത്. ഏകദേശം ഒരു 10-20 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടേ. അപ്പം ദേ ഈ മുന്താണി ഭാഗം ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ആ ഒരു ഉടുപ്പിന് വേണ്ടി എടുക്കുന്നത്, യോക്ക് പോഷന് വേണ്ടിയിട്ട്. കരഭാഗങ്ങളൊക്കെ ഞാനങ്ങ് വെട്ടി മാറ്റുന്നുണ്ടേ. അപ്പോൾ അതെനിക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ പറയാം, വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അവസാനം വരെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ദേ ഇതുപോലെ എൻ്റെ ഒരു പഴയ ഉടുപ്പെടുത്ത് വെച്ചിട്ടാണ് ഞാനിതിന് അളവ് കൊടുക്കുന്നത്. പഴയതല്ല, ഞാനിവിടെ ഉത്സവത്തിന് തയ്ച്ച ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും തയ്ക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ്ങുകളും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഈ സ്റ്റിച്ചിങ് പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ. അല്ലാതെ വേറെ സ്റ്റിച്ചിങ് ക്ലാസ്സിനോ അങ്ങനെ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഏകദേശമുള്ള എല്ലാ ഡ്രസ്സുകളും തയ്ക്കാറുണ്ട്. വീടിനടുത്തുള്ള എല്ലാവർക്കും ഞാൻ തയ്ച്ച് കൊടുക്കാറുമുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ആളുകൾക്കും തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് വരച്ച് വെട്ടി കൊടുക്കുന്നുണ്ടേ. കണ്ടില്ലേ, ഇതുപോലെ നല്ല നീറ്റാക്കി വെട്ടിയെടുത്ത് കൊടുക്കാം. അപ്പം ഞാനിതൊരു സ്റ്റിച്ചിങ് വീഡിയോയോ സ്റ്റിച്ചിങ് ക്ലാസ്സോ ആയിട്ടല്ല കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ തയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വെട്ടുന്നതോ കട്ട് ചെയ്യുന്നതോ തയ്ക്കുന്നതോ ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഈ യോക്ക് പോർഷൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും കേട്ടോ, അറിയായിരിക്കും. അത് തന്നെ നമ്മൾ ഒന്ന് കട്ടിങ്സ് ഒക്കെ കൊടുത്ത് തിരിച്ചിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. ഇനി ആ ബാക്ക് പോർഷനിൽ ഇതുപോലെ നമ്മൾ ഊക്ക് വെക്കാനായിട്ട് പട്ട കൂടി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ സൈഡുകൾ കൂട്ടി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഉടുപ്പ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിലും സ്ലീവിലും ഒക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡൻ ബീഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ നല്ല ഭംഗിയുമാണ് കേട്ടോ. വർക്ക് കാണാനായിട്ട് നല്ല ഒരു പാറ്റേൺ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിലും നെക്കിലും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാവാട കൂടി ഇതുപോലെ നമ്മൾ പ്ലേറ്റ് ഇട്ട് മുട്ടുപിൻ പിൻ ചെയ്തിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പോൾ. ഞാൻ ബെൽറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഇതൊക്കെ ഇട്ട് കാണിക്കാമേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.